പകൽ സന്ധ്യയുടെ മാറിലേക്ക് പതുക്കെ ചാഞ്ഞു തുടങ്ങിയ സമയം. ജോലിയൊക്കെ കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങി. റിപ്പോർട്ടിംഗ് ഉണ്ട്. അത് തണുപ്പായതുകൊണ്ട് വൈകിട്ട് ചെയ്യാം, രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ കിട്ടുന്ന കുറച്ച് സമയം ഈവനിങ്ങിലാണ്. ഒരു 5:30 കഴിയുമ്പോഴേക്കും തണുപ്പ് തുടങ്ങും. മാത്രമല്ല ഇരുളും. പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. പണ്ടൊക്കെ ഞാൻ പാമ്പിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈയിടെയായിട്ട് പാമ്പിനെ അങ്ങനെ കണ്ടിട്ടില്ല. നല്ല വിഷമുള്ള ഐറ്റംസിനെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടു. ഇവിടെ താമസമായതിനു ശേഷം എനിക്ക് തോന്നുന്നത് ഒരു 4-5 പാമ്പിനെങ്കിലും വിഷപ്പാമ്പിനെ കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ബ്രൗൺ സ്നേക്ക് എന്ന് പറയുന്ന അതീവ വിഷമുള്ള പാമ്പിനെയും പിന്നെ റെഡ് ബെല്ലീസിനെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് രാത്രി കഴിയുമ്പം പുറത്തേക്ക് ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല എന്നെനിക്ക് തോന്നി. മുഖങ്ങളില്ലാതെ തന്നെ ഇത് നമ്മുടെ പഴയ കോവലിൻ്റെ പന്തലാണ്. പുതിയ പന്തൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. ഇത് പ്രൂൺ ചെയ്തിട്ടില്ല. ഇത് കയറി കിടക്കുന്നതൊക്കെ ഇനിയിപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഗസ്റ്റൊക്കെ ആയിക്കഴിയുമ്പോൾ, ഓഗസ്റ്റ് വരെയാണ് ഇവിടെ വിൻ്റർ ബ്രിസ്ബണിൽ, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ. അപ്പം ഓഗസ്റ്റ് കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് മിഡൊക്കെ ആയി കഴിയുമ്പോഴേക്കും നന്നായിട്ട് വളർച്ച തുടങ്ങും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻഡ് ഓഫ് ജൂലൈ എന്നാണ് വിചാരിച്ചെങ്കിലും നടക്കും തോന്നുന്നില്ല, തിരക്ക് കാരണം. അപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലെ സെക്കൻഡ് വീക്ക് ഇതൊന്ന് പ്രൂൺ ചെയ്ത് വിടണം. പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുതിയ തളിരുകൾ വരികയും പുതിയ നാമ്പുകളിൽ നിന്ന് പുതിയ പൂക്കളും പുതിയ കോവയ്ക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പന്തലിടുന്നതാണ് ഒരു മാസീവ് ജോബ് ആക്ച്വലി. നമ്മൾ കമ്പും കോലും ഒക്കെ മേടിച്ചുകൊണ്ട് വരണം. നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഈ ഒരു നാട്ടിലിരിക്കുന്ന കമ്പിന് തന്നെ $10 കൊടുക്കണം. അത് കൊടുക്കുന്നതിൻ്റെ അല്ല പ്രശ്നം, നമുക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് യൂട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ്. ഏത്തക്കൊലയാണ്. അപ്പോൾ എന്തായാലും അത് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വരും. അപ്പോൾ അതിൻ്റെ താഴത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി മണ്ണിട്ടു. അതിൻ്റെ മുകളിൽ മൾച്ച് ഇട്ടു. അല്ലെങ്കിൽ ഇവിടെ വെള്ളം കയറി കഴിയുമ്പോൾ അത് ഒലിച്ചു പോകും. അപ്പോൾ വേരൊക്കെ പുറത്തോട്ട് വരികയും അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വാഴക്കുലകളൊക്കെ കാണിക്കുന്നു എന്ന് മാത്രം. ചെറുതായിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. കാരണം ജാക്ക് ഫ്രൂട്ട് ഇവിടെ വെച്ചിട്ട് ക്ലിക്ക് ആവുമോ, സക്സസ് ആവുമോ എന്നറിയില്ലായിരുന്നു ഇവിടുത്തെ സബ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ വിൻ്റർ ക്ലൈമറ്റിൽ. പക്ഷേ നമ്മൾ വെച്ച ഒരു ജാക്ക് ഫ്രൂട്ട് 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് പൂത്തു. അതിലൊരു കായുണ്ട്. അതത് ഉണ്ടാവുമെന്നറിയില്ല. ഒരു ചെറിയ ചക്കയുടെ ഇതുണ്ട്. ഒരെണ്ണം വന്ന് പോയി. മറ്റൊരു